നിരാശയാക്കി പാസ്റ്റർ പോൾ സാം. ഉറക്കമില്ലാത്ത രാത്രികളിലൂടെ VBS ഡയറക്ടേഴ്സ്. ഇംഗ്ലീഷും ഹിന്ദിയും അറിയാതെ വിശ്വാസികൾ. VBS ഡയറക്ടേഴ്സ് പോലീസ് കസ്റ്റഡിയിൽ. പോയിന്റ് നഷ്ടപ്പെടുമെന്ന ഭീഷണിയിൽ നേരിട്ട് VBS കുട്ടികൾ. കാണുവാനില്ല, മുതിർന്ന പൗരന്മാരെ കാണുവാനില്ല. സ്നേഹവിരുന്നിൽ പുതിയ അതിഥി. വാർത്തകൾ വിശദമായി. 2026 VBS അവസാന ദിനം. 2026 VBS ഷാരോൺ ചർച്ചിൽ 8-ാം തീയതി പാസ്റ്ററിന്റെ പ്രാർത്ഥനയോടെ ആരംഭിച്ചു. വലിയ വെല്ലുവിളികൾക്കിടയിൽ VBS വിജയകരമാക്കുന്ന ഉറച്ച വിശ്വാസത്തിൽ മുന്നോട്ടെത്തിയ മിസസ് വിജിതയും മിസസ് ഫ്രീസലിനെയും സഭാവാർഷികത്തിൽ പൊന്നാട അണിയിക്കുവാൻ തീരുമാനിച്ചു. തുടർന്നുള്ള വർഷങ്ങളിൽ 4 ദിവസത്തിൽ നിർത്താതെ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന VBS ഉണ്ടാകുമെന്ന് സഭാ കമ്മിറ്റിയുടെ അറിയിപ്പ് ലഭിക്കുകയും ചെയ്തു. വെല്ലുവിളി ഏറ്റെടുത്ത് VBS ഡയറക്ടേഴ്സ്. VBS എന്നാൽ ട്രെയിനിങ് കഴിഞ്ഞെത്തുന്ന ഒരു ടീമിനെ ഏൽപ്പിക്കുക എന്നതിൽ പതിവ് വ്യത്യസ്തമാക്കി സഭയിലെ അംഗങ്ങൾ തിരഞ്ഞെടുത്ത് ട്രെയിനിങ് പങ്കെടുപ്പിക്കുകയും VBS പൂർണ്ണ വിജയത്തിൽ എത്തുകയും ചെയ്യുമെന്ന വെല്ലുവിളി ഏറ്റെടുക്കുകയായിരുന്നു ഷാരോണിലെ VBS ഡയറക്ടേഴ്സ്. VBS-ലെത്തിയ കുഞ്ഞുങ്ങളെ നിരാശരാക്കി പാസ്റ്റർ പോൾ സാം. പാസ്റ്റർ പോൾ സാം ആക്ഷൻ സോങ് കളിക്കാതെ മാറി നിന്നതുകൊണ്ട് കുഞ്ഞുങ്ങൾ നിരാശിതരായി എന്നാണ് റിപ്പോർട്ട് ലഭിക്കുന്നത്. കുട്ടികൾ പരാതിയുമായി സഭാ കമ്മിറ്റിയെ സമീപിച്ചു. നമുക്ക് പാസ്റ്റർ പോൾ സാം ലൈനിലുണ്ട്. ഹലോ പാസ്റ്റർ, കേൾക്കുന്നുണ്ടോ? ഹലോ പാസ്റ്റർ, കേൾക്കുന്നുണ്ടോ? ഹലോ പാസ്റ്റർ, കേൾക്കുന്നുണ്ടോ? എന്തായാലും നമുക്ക് പാസ്റ്ററിന്റെ ലൈനിൽ കിട്ടുന്നില്ല. നമുക്ക് ജാനിയ ലൈനിലുണ്ട്. നമുക്ക് ജാനിയോട് സംസാരിക്കാം. ഹലോ ജാനിയ, കേൾക്കുന്നുണ്ടോ? എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഒന്ന് വിശദീകരിച്ച് പറയാമോ? പാസ്റ്ററിന് ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നും പുറമേ കളിച്ചാൽ സഭയിലെ ടൈൽസ് പൊട്ടുമോ എന്ന ഭയവും പിന്നെ അത് പൊട്ടിയാൽ ടൈൽസ് റീപ്ലേസ് ചെയ്യേണ്ട ഭീതിയുമാണ് തന്നെ ആക്ഷൻ കളിക്കുന്നതിൽ നിന്നും നിരുത്സാഹിതനാക്കിയത്. അടുത്ത വർഷം ഈ പരാതി തിരുത്തുമെന്നും കുഞ്ഞുങ്ങൾക്ക് ഉറപ്പ് നൽകിയെന്നാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, നന്ദി. ഉറക്കമില്ലാത്ത രാത്രിയിലൂടെ VBS ഡയറക്ടേഴ്സ്. 8-ാം തീയതി കൊല്ലാമം ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിൽ നിന്ന് VBS-ലെ ഡയറക്ടേഴ്സ് ആണ് ഉറക്കമില്ലാതെ കുട്ടികളെ പഠിപ്പിക്കുവാനായി ഡാൻസ് പ്രാക്ടീസ് ചെയ്തത്. ഇതേ തുടർന്ന് VBS ഡയറക്ടറായ സിസ്റ്റർ വിജിത ഉറക്കത്തിൽ ആക്ഷൻ കളിക്കാൻ ശ്രമിക്കുകയും തൊട്ടടുത്ത് കിടന്ന മകനായ ആരോണിന്റെ കട്ടിലിൽ നിന്ന് ചവിട്ടി താഴെയിടുകയും ആരോണിന്റെ കാലിന് സാരമായ പരിക്ക് പറ്റുകയും മാധവശ്ശേരി മെഡിക്കൽ കോളേജിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ മറ്റൊരു ഡയറക്ടറായ സിസ്റ്റർ ഫ്രീസൽ ഉറക്കമില്ലാതെ പ്രാക്ടീസ് ചെയ്യുകയും തന്റെ ഭർത്താവായ ബ്രദർ മാത്യുവിനെ ഉറങ്ങാൻ സമ്മതിക്കാതെ തന്റെ സ്റ്റെപ്പുകൾ ശരിയാണോ എന്ന് നോക്കാനായി ചുമതലപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ബ്രദർ മാത്യു ബൈക്കിൽ പോകുമ്പോഴും VBS പാട്ടുപാടി ആക്ഷൻ കളിച്ചതുകൊണ്ട് ബൈക്ക് ഓടിക്കുന്നത് കണ്ട മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥർ ബ്രദർ മാത്യുവിന്റെ ലൈസൻസ് റദ്ദ് ചെയ്യുകയും ചെയ്തു. ഇംഗ്ലീഷും ഹിന്ദിയും അറിയാതെ വിശ്വാസികൾ. ഗെയിമുകളിലും പാട്ടുകളിലും ഇംഗ്ലീഷും ഹിന്ദിയും ഉൾപ്പെട്ടപ്പോൾ കുട്ടികൾ വലഞ്ഞുപോയി എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അടുത്ത വർഷങ്ങളിലും മറ്റ് ഭാഷകൾക്കും വീണ്ടും ട്യൂഷൻ പോയി പങ്കെടുത്തിട്ട് വരേണ്ട അവസ്ഥയാണ് നിലവിലുള്ളതെന്ന് VBS-ലുള്ള കുട്ടികളും വിശ്വാസികളും ഇപ്പോൾ റിപ്പോർട്ട് നൽകുന്നുണ്ട്. VBS ഡയറക്ടേഴ്സ് പോലീസ് കസ്റ്റഡിയിൽ. വിജയിക്കുന്നവർക്ക് മിഠായികൾ മാത്രം കൊടുത്ത് പറ്റിച്ചു എന്ന പരാതിയാണ് അന്വേഷിക്കുകയും ഉണ്ടാകുകയും തുടർന്ന് കസ്റ്റഡിയിൽ വിചാരണ നടത്തുകയും ചെയ്തു. അടുത്ത വർഷങ്ങളിൽ ഇങ്ങനെ ആവർത്തിക്കില്ല എന്ന ഉറപ്പ് കുട്ടികൾക്ക് കൊടുത്തതോടെ പരാതി പിൻവലിക്കുകയും ഇനി ആവർത്തിച്ചാൽ പിഴ ഈടാക്കുകയും ചെയ്യുമെന്ന ഉറപ്പിന്മേൽ VBS ഡയറക്ടറിനെ വെറുതെ വിട്ടു. പോയിന്റ് നഷ്ടപ്പെടുത്തുന്ന ഭീഷണിയുമായി ഡയറക്ടേഴ്സ്. അച്ചടക്കമില്ലാത്ത കുട്ടികളുടെ ടീമിന്റെ പോയിന്റ് കുറയ്ക്കുമെന്ന് നിരന്തരമായി ഡയറക്ടേഴ്സ് കുഞ്ഞുങ്ങളെ ഭീഷണിപ്പെടുത്തുന്നു. ഈ ഭീഷണിയിൽ കുഞ്ഞുങ്ങൾ സമീപത്തെ ജഡ്ജി പാസ്റ്റർ പോൾ സാമിനെ അപ്പീൽ നൽകുകയും തുടർ നടപടികൾ എടുക്കുകയും ചെയ്തു. കാണുവാനില്ല, മുതിർന്ന പൗരന്മാരെ കാണുവാനില്ല എന്ന വലിയ വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വരും തലമുറയ്ക്ക് മാതൃകയാകേണ്ട മുതിർന്ന പൗരന്മാർ 2024-25
2025-26 കണക്കുകളിലെ സെൻസസ് പ്രകാരം 50% നിന്ന് 10% കുറയുകയും സഭാ കമ്മിറ്റിയിലേക്ക് VBS ഡയറക്ടേഴ്സിന് പരാതി ലഭിക്കുകയും തുടർന്ന് തക്കതായ നടപടി ഉടനടി സഭ പുറപ്പെടുവിക്കും എന്ന് പ്രതിനിധിക്ക് അറിയാൻ സാധിച്ചു. ഇപ്പോൾ കിട്ടിയ വാർത്ത, ദിൽഖുഷിലെ ചെറികൾ കാണുവാനില്ല എന്ന പരാതിയുമായി കുട്ടികൾ ഷാരോൺ ചർച്ചിന് ഫ്രണ്ടിൽ സമരം നടത്തുന്നു. പ്രതിനിധി നമ്മുടെ ലൈനിലുണ്ട്. ഹലോ മനോജ്, കേൾക്കുന്നുണ്ടോ? ഹലോ മനോജ്, കേൾക്കുന്നുണ്ടോ? എന്താണ് അവിടുത്തെ സമര വിവരങ്ങൾ താങ്കൾക്ക് പറയാൻ സാധിക്കുന്നുണ്ടോ? അതിശക്തമായ പ്രതിഷേധ പ്രകടനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് റിപ്പോർട്ട് ചെയ്യാൻ പോയ നമ്മുടെ ക്യാമറമാന്റെ ദിൽഖുഷ് എറിഞ്ഞ ഒരു വലിയ പ്രതിഷേധമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ദിൽഖുഷിനെ ചെറിയ കാണാനില്ല എന്നാണ് ഇവിടെ പരാതി കിട്ടിയത്. ഇതിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി ADGP സാറിന് ഇവിടെ കടന്നു വരികയും അദ്ദേഹം അന്വേഷണത്തിന്റെ ഭാഗമായി സംസ്ഥാന ആശുപത്രിയിൽ ബ്രദർ മാത്യുവിനെ കാണുകയും അദ്ദേഹത്തിന്റെ വയറ് കണ്ടപ്പോൾ അദ്ദേഹമാണോ എടുത്തത് എന്നുള്ള സംശയം ഉണ്ടായിരുന്നു. എങ്കിലും അദ്ദേഹത്തെ സൂക്ഷ്മ പരിശോധനകളുടെയും സ്കാനിംഗ് നടത്തിയവരുടെയും അദ്ദേഹമല്ല എന്ന് കണ്ടെത്തി. തുടർന്ന് ഇതിനെക്കുറിച്ച് അന്വേഷിക്കാനായി ചർച്ചിലെ പാസ്റ്ററായ പ്രോത്സാഹനടുത്ത് പോവുകയും അദ്ദേഹം ഇതിനെക്കുറിച്ച് ഒരു വാക്കുപോലും കിട്ടാത്തത് അവരുടെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് അതിന് സംശയത്തിന് ഇടയാക്കി. തുടർന്ന് അദ്ദേഹത്തോട് വളരെ നിരന്തരമായി അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദിക്കുകയും അദ്ദേഹം വാ തുറന്നപ്പോൾ അദ്ദേഹത്തിന്റെ വായ്ക്കകത്ത് ഏറെക്കുറെ ചെറികൾ ഉണ്ടായിരുന്നതായി കണ്ടെത്തുകയും ചെയ്തു. വളരെ നന്ദി മനോജ്, വളരെ നന്ദി. സ്നേഹവിരുന്ന് മണത്തറിഞ്ഞു വന്ന കൊതിയന്മാർ VBS സ്നേഹവിരുന്ന് ആണ് അതിഥികളായി ബ്രദർ സന്തോഷ് എന്നിവർ എത്തിയത്. VBS 8-ാം തീയതി തുടങ്ങിയെങ്കിലും ഇവർ രണ്ടുപേരും എല്ലാ ദിവസവും വരികയും വന്ന ഉടനെ അന്നേ ദിവസം സ്നേഹവിരുന്ന് ഉണ്ടോ എന്ന് അന്വേഷിക്കുകയും ആ ദിവസങ്ങളിൽ ഇല്ല എന്ന് അറിവ് കിട്ടിയാൽ അപ്പോൾ തന്നെ സ്ഥലം വിടുകയും ചെയ്യും. തുടർന്ന് VBSന്റെ അവസാന ദിവസം ഇന്ന് എന്തായാലും സ്നേഹവിരുന്ന് ഉണ്ടെന്നറിഞ്ഞ ബ്രദർ സന്തോഷ് തന്റെ ടെക്സ്റ്റൈൽസിൽ തുണി പൊതിഞ്ഞു കൊടുക്കാനായി വെച്ചിരുന്ന കവറുകൾ കൊണ്ടുവന്ന സാധനം പൊതിഞ്ഞു കൊണ്ടുപോകാനായി തന്റെ ബൈക്കിൽ കവറുകൾ ഒളിപ്പിച്ചു വെച്ചു. ഇത് കണ്ട ബ്രദർ സാബു താൻ കൊണ്ടുവന്ന ബൈക്ക് വീട്ടിൽ കൊണ്ടുവച്ചിട്ട് സാധനങ്ങൾ കൊണ്ടുപോകാനായി തന്റെ ഓട്ടോറിക്ഷയുമായി ആണ് എത്തിയത്. ഇവരെ ബ്രദർ മാത്യു കൈയോടെ പൊക്കുകയും അതിന്റെ പങ്ക് കൈപ്പറ്റുകയും ചെയ്തു. കാലാവസ്ഥ പോയിന്റ് കൂടുമ്പോൾ ചൂട് കൂടുന്നു, പോയിന്റ് കുറയുമ്പോൾ ചൂട് കുറയുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 2026 VBS അവസാന ദിവസത്തിൽ വെല്ലുവിളി VBS ഡയറക്ടേഴ്സ്. VBSലെത്തിയ കുഞ്ഞുങ്ങളെ നിരാശരാക്കി പാസ്റ്റർ പോൾസം. ഉറക്കമില്ലാത്ത രാത്രികളിലൂടെ VBS ഡയറക്ടേഴ്സ്. ഇംഗ്ലീഷും ഹിന്ദിയും മലയാള വിശ്വാസികൾ. VBS ഡയറക്ടേഴ്സ് പോലീസ് കസ്റ്റഡിയിൽ. പോയിന്റ് നഷ്ടപ്പെടുത്തുമെന്ന ഭീഷണിയെ നേരിട്ട VBS കുട്ടികൾ. സ്നേഹവിരുന്നൽ പുതിയ അതിഥി. നന്ദി, നമസ്കാരം.